കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ 2 സ്റ്റിച്ച് വേണം ഇടാൻ. ചെയ്യുമ്പോൾ സൗകര്യമായിരിക്കും. ഇതിൻ്റെ നമുക്ക് ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ പോർഷൻ മാത്രം അത് എമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യമാണ്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കുമായിട്ട് ജോയിൻ ചെയ്യുക. ഷോൾഡർ പോർഷൻ അങ്ങനെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ ഇതും നല്ല വശം ഇതും നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ ജോയിൻ ചെയ്യാം. കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ 2 സ്റ്റിച്ച് വേണം ഇടാൻ. ഇതിവിടെ വെക്കാം. ഈ ഫ്രണ്ട് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക. 2 സ്റ്റിച്ച് വേണം കൊടുക്കാൻ. നൈസ് തുണിയൊക്കെ ആണെങ്കിൽ അത് 73 തുണിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യണം. 2x2 2x1 ആണെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാത്ത തുണി ഓവർലോക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമുക്ക് നേരെ ഇത് നിവർത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ തയ്യൽ തുമ്പ് ബാക്കിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇടേണ്ടത് ബാക്കിലോട്ടാണ്. ഫ്രണ്ട് പോർഷനിലോട്ട് ഒരിക്കലും വരരുത്. ബാക്ക് പോർഷനിലോട്ട് ഇടുക. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് ഇവിടെ തന്നെ വരണം. ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കര വൃത്തികേടായിരിക്കും. ശ്രദ്ധിക്കണം. ഈ സെൻറ്റർ പോർഷൻ ഈ കറക്റ്റ് ഈ ജോയിൻറ്റിൽ തന്നെ നിൽക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഒക്കെ വരാൻ കേട്ടോ. അതിൽ കൂടുതൽ വരാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോണം. അത് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ചിന്തിച്ചോണം നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആയിട്ടില്ല. അതായത് ബാക്ക് പാർട്ടിൻ്റെ അളവ് നമ്മൾ ആം ഹോളിൻ്റെ അളക്കുന്നതും സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടുകയും കുറയുകയും ചെയ്യും. അന്നേരം അത് ശ്രദ്ധിക്കണം. കറക്റ്റായിട്ടേ വരാവുള്ളൂ. ഒരു പോയിന്റ് വന്നാൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ ഒരിക്കലും വരരുത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. കൈ ലൂസ്, അതായത് കൈവണ്ണം കൂടും കുറയും, ബോഡി പാർട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സ്ലീവിൻ്റെ പോർഷനിൽ നമുക്ക് 2 സ്റ്റിച്ചാണ് ഇടേണ്ടത്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിനും 2 സ്റ്റിച്ചാണ് ഇടേണ്ടത്. ഇതുണ്ടോ? കറക്റ്റ് ഈ മാർഗയിൽ തന്നെ കിട്ടിയതുണ്ടോ? ഈ മാർഗം കറക്റ്റായിട്ട് തന്നെ വന്നു. അങ്ങനെ വരാറുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുണ്ടോ? കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഇത് ഇവിടെ ഒന്ന് ചുളുക്കുണ്ടാവാൻ പാടില്ല. ഇതുണ്ടോ? ഇങ്ങനെ നിൽക്കണം. നമ്മൾ ഇച്ചിരി വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചുളുങ്ങുണ്ടാവും. അതായത് ഇത് വലിക്കാനേ പാടില്ല. ഇത് ആം ഹോളിൻ്റെ പോർഷനാണ്, ഫ്രണ്ട് പോർഷൻ. ഇവിടെയൊക്കെ കറക്റ്റ് ഇതുപോലെ തന്നെ നിൽക്കണം. ഇതുണ്ടോ? ഒരു ചുളുക്കുണ്ടാവാനോ കാര്യങ്ങളോ പാടില്ല. ഇത് ചുളുങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഒരു പീസ് വലിഞ്ഞു പോയാൽ ഇവിടെ എല്ലാം ചുളുക്കുണ്ടാവും. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഈ കൈയുടെ ഭാഗത്തോട്ടാണ് ഇടേണ്ടത്. ഇതിൻ്റെ തയ്യൽ തുമ്പ്, സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് കൈയുടെ പോർഷനിലോട്ടാണ് തുമ്പ് കിടക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. ബോഡി പാർട്ടിലോട്ട് തിരിച്ചിറങ്ങി വരരുത്. കൈയുടെ പോർഷനിലോട്ടാണ് വരേണ്ടത്. ഇനി നമുക്ക് ഈ സൈഡിലെ സ്ലീവും ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾ സ്ലീവ് കറക്റ്റ് ഫ്രണ്ടും ബാക്കും നോക്കാം. ഫ്രണ്ട് മാർക്കിംഗ് കൊണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ തന്നെ വരണം. ഇത് സെൻറ്റർ കറക്റ്റ് നിർത്തണം.
കറക്റ്റ് മാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നല്ലതുണ്ടോ, കറക്റ്റായിട്ട് തന്നെ വന്നു. ഇത് നമുക്ക് 2 സ്റ്റിച്ച് വേണം ചെയ്യാൻ. തിരിച്ചിട്ട് ഒന്നുകൂടെ അടിക്കണം. കറക്റ്റായിട്ട് തന്നെ വെക്കും. തയ്യൽ തുമ്പ് ഒരു സൈഡിലോട്ട് മാറ്റിയിടുക. ഇനി നമുക്കിൻ്റെ തയ്യൽ തുമ്പ് ഈ സ്ലീവിൻ്റെ പോർഷനിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മാറി തരും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൈഡ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സൈഡ് ജോയിൻ ചെയ്യാൻ ഫ്രണ്ട് പീസ് ഇത്രയായിരുന്നു നമുക്കുള്ള 8.5 ഇഞ്ചല്ലേ നമ്മളെടുത്തേ. ഒരു 8.5 ഇഞ്ച് വെച്ച് തന്നെ മാർക്ക് ചെയ്യുക. മറ്റേ ഫ്രണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇത് ബാക്ക് പാർട്ടിൽ നമുക്ക് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. കണ്ടോ? എന്നിട്ട് ഈ മാർക്കേ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അത്രേ ഉള്ളൂ. തയ്യൽ തുമ്പെല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ 8 മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ വെക്കുക. കണ്ടോ? കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ മാർക്കിംഗ് കറക്റ്റ് അവിടെ വന്നു. ഇനി നമ്മൾ ഇവിടെ കെട്ടിട്ടിട്ട് കറക്റ്റ് കണ്ടോ, ഒരു പോയിന്റ് പോലും വ്യത്യാസം വരരുത്. ഒരു പോയിന്റൊക്കെ വന്നാലും കുഴപ്പമില്ല, അതിൽ കൂടുതൽ വരരുത്. ഇത് ചെയ്യുമ്പം ഇവിടെ ആം ഹോളിൻ്റെ പോർഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ആം ഹോൾ, അതായത് കൈ 2 ജോയിന്റ് ഒരുപോലെ തന്നെ വരുന്നു നോക്കണം. കണ്ടോ? ഈ ജോയിന്റ് പോർഷൻ ഒരുപോലെ തന്നെ വരുന്നു നോക്കണം. ഇതിൽ വ്യത്യാസം ചിലപ്പം ബ്ലൗസ് ചെയ്യുമ്പോഴത്തേനും, ബ്ലൗസല്ല ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ ഇത് ചിലപ്പം കയറി ഒരു പോർഷൻ കയറി ഇറങ്ങിയൊക്കെ വരുന്നത് നമ്മളിവിടെ ഒന്നെങ്കിൽ തയ്യൽ തുമ്പ് എടുക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടും അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്നത് കൊണ്ടും സംഭവിക്കാം. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ നമ്മൾ ബാൻഡൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഇത് ഏറ്റക്കുറച്ചിലുണ്ടാവും. അങ്ങനെ വരാൻ പാടില്ല. ഇത് കറക്റ്റ് ജോയിന്റ് കറക്റ്റ് ഇതേ തന്നെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൈയുടെ ഫിറ്റിംഗ് കറക്റ്റ് ആവത്തില്ല, ചുളുക്കുണ്ടാവും കൂടുതലായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുണ്ട് കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ നമുക്കിവിടെ വരും. ആ ജോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ ഇത് മടക്കി വെക്കാം. കൈയുടെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കൈയുടെ വണ്ണമല്ല. ആ ലൈനിൽ കൂടെ തന്നെ അടിക്കുക. ഉണ്ടോ? കൈയുടെ മാറിങ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈനെ കൂടെ തന്നെയാണ് സ്റ്റിച്ച് വന്നത്. ഈ സൈഡിൽ മാറിങ്ങില്ലായിരുന്നു, ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വന്നു. അന്നേരം ഇത് കണ്ടോ, ഈ കറക്റ്റ് ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇത് ഒരു പോയിന്റ് പോലും വ്യത്യാസം വരാൻ പാടില്ല. ഇതിനകത്ത് കാണിക്കാം. ഇതുണ്ടോ, കറക്റ്റായിട്ട് തന്നെ ഈ ജോയിന്റ് നിൽക്കണം. ഒരു പോയിന്റ് പോലും വ്യത്യാസം വരാൻ പാടില്ല. ഇനി നമുക്ക് ഈ സൈഡിൽ 3 സ്റ്റിച്ച് ഇടണം. 3 സ്റ്റിച്ച് ഇടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തയ്ച്ചുകൊണ്ട് പോകുന്നവർക്ക് വണ്ണം കൂട്ടണമെങ്കിൽ അവർക്ക് ഷോപ്പിൽ തന്നെ കൊണ്ടുവരാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ അഴിച്ചിടാം. ഒരു തൈലം അഴിച്ചു വിട്ടിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ 3 സ്റ്റിച്ചാണ് ഒരു ബ്ലൗസിൻ്റെ സൈഡിൽ ഇടേണ്ടത്. അതും പ്രസ്സർ വീതിയിലേ ഇടാൻ പാടുള്ളൂ. ഈ പ്രസ്സറിൻ്റെ വീതി ഉണ്ടല്ലോ, ആ പ്രസ്സറിൻ്റെ വീതിയിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് ഒരേ ലെവലായിരിക്കണം. അല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അഴിച്ചു വിട്ടിട്ടും കാര്യമില്ലതായിരിക്കും. ഓക്കെ, ഇനി ഒരു സ്റ്റിച്ച് കൂടി ഇടുക. ഓക്കെ, ഇത് ഈ പോർഷൻ ഒരു ശകലം വ്യത്യാസമുണ്ട്. ഇതങ്ങ് ശരി ശരി. ഓക്കെ, എന്നിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ ചെയ്യാം. നമ്മൾ സ്ലീവിൻ്റെ മാർക്കിങ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് അവിടെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇത് ആം ഹോൾ വരുന്ന ഈ പോർഷൻ രണ്ടും കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം കണ്ടോ, അവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട്
രണ്ടാമത് മാർക്ക് ചെയ്യേണ്ട കാര്യമോ അളന്നു നോക്കേണ്ട കാര്യമോ വരുന്നില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇതും നമുക്ക് 3 സ്റ്റിച്ച് ഇടുക. ഇതിൻ്റെ നമുക്ക് കഷക്കുഴിയുടെ ഭാഗം കറക്റ്റായിട്ട് തന്നെ കിട്ടിയെന്ന് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടി. ജോയിൻ്റ് കറക്റ്റായിട്ട് തന്നെ വന്നു. അത് അങ്ങനെ വരാൻ പാടുള്ളൂ. നമുക്കിത് 3 സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ മടങ്ങിപ്പോരുത് കേട്ടോ, മടങ്ങിയില്ല, നമ്മൾ തയ്ച്ചു വന്നപ്പോൾ ഇങ്ങനെ വന്നതാണ്. അങ്ങനെ വരരുത്, കറക്റ്റ് തന്നെ വരാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് ഉണ്ടല്ലോ, നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നൈസ് തുണിയിൽ ഞാൻ പറഞ്ഞില്ലേ, എഴുന്ന് പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവർലോക്ക് തന്നെ ചെയ്യണം കേട്ടോ. ഓവർലോക്ക് ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് ചെയ്യരുത് ഓവർലോക്ക്. അതായത് ഈ 2 പീസ് കൂടെ ഒരുമിച്ച് ഓവർലോക്ക് ചെയ്യരുത്. ഈ ജോയിൻറ്റ് പ്രത്യേകം എടുത്തിട്ട് ഓവർലോക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഈ സൈഡ് വശമേ 2 വശം ചെയ്യുമ്പോൾ പിടുത്തം കൂടും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. 2 ഭാഗവും സെപ്പറേറ്റ് തന്നെ ഓവർലോക്ക് ചെയ്യണം. 1 സെക്കൻഡോടെ കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയും നമുക്കിത് ഓവർലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. 2x2 2x1 ഒക്കെ ആണെങ്കിൽ ഓവർലോക്ക് ചെയ്യേണ്ട. അന്നേരം നമുക്ക് ഈ സൈഡ് കാണാനൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇങ്ങനെ ഇത് നമുക്ക് 6 ആക്ക് കത്രിക കിട്ടും, അത് മേടിച്ചാലും മതി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തങ്ങ് വിട്ടാൽ മതി, കാണാനൊരു ഭംഗി വരും. കട്ട് ചെയ്ത് വിടുക. ഇത് നമുക്ക് 6 ആക്കിൻ്റെ കത്രിക മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കഴുത്ത് അടിച്ച് മറിക്കണം. ക്രോസ് പീസ് വെച്ച് നമുക്ക് തിരിച്ചിടാം. സൈഡൊക്കെ നമുക്ക് നോക്കുന്നുണ്ടോ, ഈ കൈയുടെ ഈ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കണ്ടോ. ഇതിൽ വ്യത്യാസം വരരുത്. ഈ സൈഡ് ചിലപ്പം തയ്ച്ച് കഴിയുമ്പോൾ 1 പോയിന്റ് താഴ്ത്തിറങ്ങിയിരിക്കും, മുകളിലോട്ട് കയറി വരും. പക്ഷേ നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെയൊക്കെ വീതി എടുക്കുന്നതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ 1 പോയിന്റ് പോലും വ്യത്യാസം വരത്തില്ല. തയ്യൽ തുമ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടേ. ഈ സൈഡ് നോക്കാം, കണ്ടോ, 1 പോയിന്റ് വ്യത്യാസം വരത്തില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്തടിച്ച് മറിക്കണം. നമ്മൾ ക്രോസ് പീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതിങ്ങനെ വെക്കുക, ഇത് ഇങ്ങനെയല്ല വെക്കണ്ടേ, ഇതിങ്ങനെ തിരിച്ച് വെക്കുക. എന്തിനാണ് ഈ ചരിവ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ കട്ട് ചെയ്തിടാന്ന് ചിലപ്പോൾ ചിന്തിക്കും. അത് ഇതിൻ്റെ വലിവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചരിഞ്ഞ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിവ് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ഈ വളഞ്ഞു വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ചരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നേരെ വരുന്ന രീതിയിൽ എടുത്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നത്. ഓക്കെ, അത് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടേ, ഇങ്ങനെ തിരിക്കണം. കണ്ടോ, അത് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നേരെ വരും, അതറിയാമല്ലോ. ഇതൊക്കെ ചെറിയ കാണി ഇട്ട് വേണം അടിക്കാൻ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് നമുക്ക് കെട്ടിടാൻ പറ്റത്തില്ല. കെട്ടി കഴിഞ്ഞാൽ തടിപ്പ് കൂടും. അതിന് കെട്ടിടാതെ ചെറിയ കാണിയിട്ട് തയ്ക്കുക. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് വെക്കുക. കണ്ടോ, ഇതിങ്ങനെ ഇടുക, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ ഇത് തുമ്പ് ഉൾപ്പെടെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇതുണ്ടല്ലോ, ഇത് നേരെ ഇങ്ങനെ ഇപ്പം നേരെ വന്നല്ലോ. നമ്മുടെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് 1 സൈഡിലോട്ടല്ല ഇടേണ്ടത്, ഇത് 2 സൈഡിലോട്ടും വേണം ഇടാൻ. 1 സൈഡിലോട്ട് ഇട്ടാൽ കട്ടി കൂടി ഇപ്പോൾ 2 സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ അതിന് കറക്റ്റായിട്ടാണ് ഇരുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ വേണം എടുക്കാൻ. എല്ലാ ജോയിൻറ്റും അങ്ങനെ ചെയ്യാവുള്ളൂ. എല്ലാ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് പീസ് നമ്മൾ കഴുത്തടിച്ച് മുറിക്കാൻ എടുക്കുന്ന ജോയിൻറ്റുകളെല്ലാം 2ആയിട്ട് ഇട്ടിട്ട് വേണം. കണ്ടോ, ഇല്ല ഭയങ്കര കട്ടിയാവും. കട്ടി ആയി കഴിഞ്ഞാൽ കഴുത്തിന് ഭയങ്കര കട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത്ര ഫിനിഷിങ് കിട്ടത്തില്ല. ഓക്കെ, ഇനി നമ്മൾ കഴുത്ത് കറക്റ്റായിട്ട് വെക്കുക. കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊളഞ്ഞ് നിൽക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ഇത് കറക്റ്റായിട്ട് ഈ ക്രോസ് പീസ് വെക്കുക.
കറക്റ്റായിട്ട് ഈ കഴുത്തിലോട്ട് ഇത് വെച്ച് കൊടുക്കുക വേണ്ട കേട്ടോ. ഈ ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം, വളച്ച് വെച്ച് കൊടുക്കണം. ഒരിക്കലും ചുളുങ്ങാൻ പാടില്ല. നമ്മുടെ ക്രോസ് പീസും വലിയാൻ പാടില്ല, കഴുത്തിൻ്റെ തുണിയും വലിയാൻ പാടില്ല. കാരണം പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. കഴുത്തൊക്കെ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. കഴുത്തിൻ്റെ പോർഷനിലൊക്കെ ചുളുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസ് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല വലിഞ്ഞു പോയി കഴിഞ്ഞാൽ. അങ്ങനെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഈ വളവൊക്കെ കഴുത്തിൻ്റെ വരുന്നത് അങ്ങനെ തന്നെ വളച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വളവ് വന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തയ്യലിലോട്ട് കട്ടാവാൻ നോക്കണം. തയ്യൽ കട്ടായി കഴിഞ്ഞാൽ പോയി. തയ്യൽ കട്ടാവ് ചെറുതായിട്ട് ഈ വളഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് ഒരു വലിവ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കണം. മടക്കി നമ്മൾ എമ്മിങ് ചെയ്യുമല്ലോ, ആ സമയത്ത് വലിഞ്ഞ് നിൽക്കരുത്. അകത്ത് തുമ്പ് കിടന്നാൽ വലിഞ്ഞ് നിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വളവ് വരുന്ന ഭാഗം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാത്ത ഭാഗത്ത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇത് കറക്റ്റ്, ഇത് നമുക്കിവിടെ ആവശ്യമുള്ള തുമ്പ് മതി, ബാക്കിയും കട്ട് ചെയ്തോളാം. നമ്മൾ ചെയ്യേണ്ടത് ഇത് അകത്തോട്ടൊരു മടക്കുക, ഇങ്ങനെ ഒരു ഭാഗം നല്ല ഫിനിഷിങ് ആയി. എന്നിട്ട് ഇത് ഒരു മടക്കൂടെ മടക്കുക. ഈ മടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടല്ലോ, ആ രീതിയിലാണ് മടക്കേണ്ടത്. അതായത് തന്നെ ഉണ്ടോ, ഇവിടെ തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്, ഇങ്ങോട്ടങ്ങ് മടക്കുക ചെയ്യുന്നത്. ഇതിങ്ങനെ ഒന്ന് മടക്കിയതല്ലേ, ഇത് കണ്ട് നിഴൽ കാണാൻ പറ്റുമല്ലോ, ഇവിടെ തയ്യൽ തുമ്പ്, ആ തയ്യൽ തുമ്പിൻ്റെ അവിടോട്ടങ്ങ് മടക്കുക. കണ്ടോ, ഈ വീതി നമുക്ക് എമ്മിങ് ചെയ്യാൻ വേണം. ഈ വീതിയെ പാടുള്ളൂ, ഇതിൽ കൂടുതൽ പാടില്ല. 4 ഇഞ്ച് വീതി മാത്രമേ പാടുള്ളൂ എമ്മിങ് ചെയ്യാൻ. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ പുറത്തോടെ സ്റ്റിച്ച് ചെയ്യുക. ഈ തുണിയുടെ മുകളിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ കഴുത്ത് വലിഞ്ഞിട്ടൊന്നുമില്ല, വലിഞ്ഞാൽ ചുളുക്കം വരും, അതിൽ ശ്രദ്ധിച്ചോണം. ഈ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതും അകത്തോട്ട് മടക്കുക. ഒരു എമ്മിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. എമ്മിങ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ഇനിയും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിത് മടക്കിയതിൻ്റെ ബാക്കി തുണി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്ത് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ചേർന്ന് കട്ട് ചെയ്യുമ്പോൾ അടിയിലെ തുണി കയറി നമ്മുടെ കത്രികയെ പിടിക്കാതെ നോക്കണം. ഉണ്ടോ, ഇത് ചേർന്ന് വേണം കട്ട് ചെയ്യാൻ. ഒരു പോയിന്റ് പോലെ നിൽക്കരുത്, ചേർന്ന് കട്ട് ചെയ്യണം. അതിന് അടിയിലെ തുണി പിടിക്കാതെ നോക്കണം. മുകളിൽ നമുക്ക് കട്ടാവരുത് തുണി, അത് ശ്രദ്ധിച്ചോണം.
ഇത്രയേ ഉള്ളൂ, ബ്ലൗസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് എമ്മിങ് ചെയ്യുന്നുണ്ട്. എമ്മിങ് ചെയ്യുന്നത് ഇതങ്ങോട്ട് മടക്കി വെച്ചിട്ട് അതും കറക്റ്റ് ആ വളവ് കൊടുത്തിട്ട് എമ്മിങ് ചെയ്യാവുള്ളൂ. കറക്റ്റായിട്ട് അത് ചുളുക്കുണ്ടാവാൻ പാടില്ല മുകൾ വശത്ത് എമ്മിങ് ചെയ്യുന്നത്, അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇത്രയേ ഉള്ളൂ നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് മെഷർമെൻറ്റ്സ് വന്നാലും ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതറിയാമല്ലോ. അപ്പോൾ അളവ് മാറിയെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിനകത്ത് വ്യത്യാസമൊന്നും വരത്തില്ല. അല്ല, നോർമൽ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലൈനിങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ നോക്കാം. നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു